നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. അച്ഛാ, എന്തുപറ്റി? എന്തോ വീഴുന്ന ശബ്ദം കേട്ടല്ലോ. ഒന്നുമില്ല മോളെ, വെള്ളം എടുക്കാൻ തുടങ്ങിയപ്പോ ഗ്ലാസ് തട്ടി വീണതാ. നിങ്ങളെല്ലാരും പേടിച്ചു പോയോ? ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അച്ഛാ. ചേരു, നീ അച്ഛന്റെ മുറിയിൽ വെള്ളം കൊണ്ടുവച്ചില്ലേ? അയ്യോ, ഞാനത് വിട്ടുപോയി. ഇപ്പൊ കൊണ്ടുവയ്ക്കാം. അവള് കൊണ്ടുവയ്ക്കെന്ന് കരുതിയാ ഞാനത് ശ്രദ്ധിക്കാൻ. അതൊന്നും സാരമില്ല മോളെ. എന്താ അമ്പിളി, നിനക്കൊരു വിഷമം പോലെ? ഇങ്ങോട്ട് വന്നേ. നിങ്ങളെല്ലാവരും കൂടി ഉറങ്ങാതെ എന്തെടുക്കായിരുന്നു? ഞങ്ങള് ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കായിരുന്നു അച്ഛാ. അല്ല, അച്ഛൻ ഇതുവരെ ഉറങ്ങിയില്ലല്ലോ? ഉറക്കമൊക്കെ പൊതുവെ കുറവാ. അച്ഛാ, ഞാനൊരു കാര്യം പറഞ്ഞാ അച്ഛന് വിഷമം തോന്നോ? എന്തിനാ വിഷമിക്കുന്നേ മോളെ? അച്ഛനെ വിഷമിപ്പിക്കാൻ വേണ്ടി മോളൊന്നും പറയില്ലെന്ന് അച്ഛനറിയാലോ. എന്നോട് പറയേണ്ട കാര്യമായതുകൊണ്ടല്ലേ നീ ചോദിച്ചത്. അമ്പിളി ചേച്ചിക്ക് രഘുവേട്ടനെ കാണണമെന്ന് വല്ലാതെ ആഗ്രഹമുണ്ട്. അച്ഛന് സങ്കടം ഉണ്ടാന്ന് കരുതിയ ഞാൻ ഇതുവരെ ഒന്നും പറയാതിരുന്നത്. പക്ഷെ ഇനിയും കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല അച്ഛാ. രഘുവേട്ടനും ആഗ്രഹം ഉണ്ടാവില്ലേ അച്ഛനെ, എന്നെ, ലക്ഷ്മി മോളെയൊക്കെ ഒന്ന് കാണണമെന്ന്? ഇല്ല അമ്പിളി. അമ്പിളി, അവൻ ജയിലിലാണെന്നുള്ള കാര്യം നമ്മൾ അറിയുന്നത് പോലും അവന് സഹിക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ വെച്ച് അവൻ നമ്മളെ കണ്ടാലുള്ള അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. കാണുമ്പോ നെഞ്ചൊന്ന് പിടഞ്ഞാലും കണ്ടു കഴിയുമ്പോ രഘുവേട്ടന് കൂടുതൽ ആശ്വാസമാവും അച്ഛാ. എനിക്ക് ഏതായാലും രഘുവേട്ടനെ കണ്ടേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ഉരുകിച്ചാവും. അച്ഛൻ അമ്പിളി ചേച്ചി ഒന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നതായിരിക്കും നല്ലത്. നമ്മൾ അറിഞ്ഞ കാര്യം രഘുവേട്ടൻ ചിലപ്പോ ജയിലിൽ വെച്ച് എങ്ങനെയും അറിഞ്ഞു കാണും. അല്ലെങ്കിൽ ഇവിടെ വന്ന് വിവരം പറഞ്ഞാള് അയാളുടെ മരുമകനെ അറിയിച്ചാലും പോരെ? അതെ അച്ഛാ, നമ്മളെല്ലാം അറിഞ്ഞെന്ന് മനസ്സിലാക്കിയ രഘുവേട്ടൻ ഉറപ്പായും അച്ഛനെങ്കിലും വന്ന് കാണുമെന്ന് പ്രതീക്ഷിക്കും. അങ്ങനെയെങ്കിൽ ചെല്ലുന്നത് രഘുവേട്ടനും കൂടി ഒരു ആശ്വാസമായിരിക്കും അച്ഛാ. ശരി, അമ്പിളിയും മോളെയും ഞാൻ കൊണ്ടുപോയി കാണിക്കാം. പക്ഷേ ഞാൻ അങ്ങോട്ടേക്ക് കയറില്ല. എനിക്ക് ഇപ്പൊ രഘുവിനെ കാണാൻ പറ്റില്ല. ഈ വീട് വിറ്റ് രഘുവിനെ ജയിലിൽ നിന്ന് ഇറക്കാനുള്ള പണം എന്റെ കയ്യിൽ വന്നാലേ ഞാൻ അവനെ പോയി ഒന്ന് കാണൂ. മതി, അച്ഛനപ്പ കണ്ടാ മതി. എന്നെ മോളെ നാളെ തന്നെ ഒന്ന് കൊണ്ടുപോവച്ച. എന്റെ സങ്കടം അച്ഛന് മനസ്സിലാവുമല്ലോ. പോകാന്ന് പറഞ്ഞില്ലേ അമ്പിളി? നാളെ തന്നെ പോകും. പോയി സമാധാനമായിട്ട് നീ കിടന്നുറങ്ങ്. ചേച്ചിയെ കൂട്ടിക്കൊണ്ട് പോ മക്കളെ. ചേച്ചി ചെല്ലുമോളെ. മുറിയിൽ വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ട് അച്ഛാ. മോളും പോയി കിടന്നു.